സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. സങ്കീർത്തനം 125 ഒന്നാം തിരുവചനം. യഹോവയിൽ അഥവാ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാവുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട സത്യവേദ പുസ്തകത്തിലെ 125 സങ്കീർത്തനം ഒന്നാം തിരുവചനത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ ലഭിക്കുന്ന നന്മകളെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ദൈവാശ്രയം ഇത് മർത്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒന്നാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സഹായവും ശക്തിയും കൈത്താങ്ങലും മർത്യന് അത്യന്താപേക്ഷിതമാണ്. ഇത് അനുദിനം അനുനിമിഷം അനിവാര്യമായ ഘടകമാണ്. ദൈവാശ്രയം വഴി നമുക്ക് ലഭിക്കുന്ന 2 കാര്യങ്ങൾ പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഒന്നാമതായി, ദൈവാശ്രയത്താൽ നമുക്ക് രക്ഷ ലഭിക്കുന്നുവെന്ന് ദൈവവചനം വെളിപ്പെടുത്തുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവ് വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിയ സദൃശവാക്യങ്ങൾ 29-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. ഞാൻ എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ രക്ഷ പ്രാപിക്കാം? ഇത് അനേകരുടെ ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. രക്ഷയെ തേടുന്നവർ, രക്ഷയെ അന്വേഷിക്കുന്നവർ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതിയാവും. അവർക്ക് രക്ഷ, നിത്യരക്ഷ തന്നെ ലഭിക്കുവാൻ ഇടയാകും. രക്ഷ പ്രാപിക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എന്നാൽ ആ ദൈവസ്വരം തിരിച്ചറിയാതെ പോകുന്നതാണ് അനേകർക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയാതെ പോകുന്നതിന് കാരണമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഇൻപ സ്വരം ശ്രദ്ധിച്ചു കേട്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ രക്ഷ ലഭിക്കുവാൻ ഇടയാവും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു നന്മ കൂടെ നമുക്ക് ധ്യാനിക്കാം. സദൃശവാക്യങ്ങൾ അധ്യായം 30 5-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തന്നിൽ അഥവാ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിച തന്നെ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം പരിച എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിച എന്താണെന്ന് നമുക്കറിയാം. വാളും പരിചയും യുദ്ധത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന 2 ഉപകരണങ്ങളാണ്. ഒന്ന് ശത്രുവിനെ നേരിടുവാനും മറ്റൊന്ന് ശത്രുവിൻ്റെ ഉപദ്രവങ്ങളെ പ്രതിരോധിക്കുവാനും വേണ്ടിയുള്ളതാണ്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനപ്രകാരം ഒരു മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ആ മനുഷ്യന് പരിചയമായിത്തീരുന്നു. അഥവാ ആ മനുഷ്യനെ അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനും ഏതെല്ലാം ശത്രുക്കൾ അവനെതിരെ അഥവാ അവൾക്കെതിരെ തുനിയുന്നുവോ
ആ എല്ലാ ശത്രുവിൻ്റെ ക്രിയകൾക്കും പ്രവൃത്തികൾക്കും പ്രതിരോധമായി ദൈവം പരിചയമായി മാറും. അതുകൊണ്ട് ഇന്ന് പ്രഭാതം നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ ദൈവാശ്രയമാണ്. ഈ ദൈവാശ്രയത്തിലൂടെ നിത്യരക്ഷയും ദൈവം പരിചയമായിരിക്കുന്ന അനുഭവം നമുക്ക് പ്രാപിക്കാം. ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.